ഗ്രീൻ ആൻഡ് റെഡ് കിഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീട്ടിലെങ്ങനെ വളരെ ഈസി ആയിട്ട് പനീർ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്താലോ. ഒരു ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ നാരങ്ങ വലിപ്പത്തിലൊരു നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പാല് ഇതുപോലെ തിളപ്പിക്കാനായിട്ടൊന്ന് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, നമുക്കതിന് പാടയില്ലാതെ കിട്ടണം. അതുകൊണ്ടാണ് നമ്മൾ ഈ പാല് തിളയ്ക്കുന്ന സമയത്ത് തന്നെ നാരങ്ങാനീരും അടുത്ത് തന്നെ വെച്ചിരിക്കണം. പാല് തിളച്ച് വരുന്നതിന് മുമ്പ് അതിലേക്ക് ഞാൻ നാരങ്ങാനീര് ചേർക്കുന്നുണ്ട്. ഇത് സൈഡിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരുമല്ലോ, അപ്പോൾ തന്നെ നമുക്ക് നാരങ്ങാനീര് ചേർക്കാം. അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനിനി നാരങ്ങാനീര് ചേർക്കുവാണേ. തിളയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് ചേർത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് ആ തവി കൊണ്ട് ഇളക്കി കൊടുക്കുക. പനീറായി കഴിഞ്ഞു. കണ്ടില്ലേ, പെട്ടെന്നാണ് പനീറായിട്ടുള്ളത്. ഇനി നമുക്ക് ആ സ്റ്റൗ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യാം. ഇനി പനീർ അതിൽ നിന്ന് അരിച്ചെടുക്കണം. വളരെ ഈസി ആയിട്ടാണ് ചെയ്യാൻ സാധിക്കുന്നത്. ഇങ്ങനൊരു കോട്ടൺ തുണിയിലോട്ടാണ് ഞാനിത് അരിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് തോർത്തുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഉപയോഗിക്കാം. അത് ഒഴിച്ചു കൊടുക്കുകയാണേ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കെട്ടി വെക്കണം. അതിനകത്തുള്ള ആ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയാണ്. നല്ല ടൈറ്റായിട്ട്, കൈ നല്ല ചൂടായിരിക്കും. കുറച്ച് കൈയൊക്കെ പൊള്ളാതെ ഒന്ന് സൂക്ഷിച്ചെടുക്കണം. ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നന്നായിട്ട് പോയി കിട്ടും. കൈ കൊണ്ട് ഇങ്ങനെ സൈഡിലൊന്ന് പ്രസ് ചെയ്യുന്നത് നല്ലതാണ്. കുറച്ച് വെയിറ്റുള്ള എന്തെങ്കിലും ഒന്ന് ഇതേപോലെ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈസി ആയിട്ട് വെള്ളം പോയി കിട്ടും. ഞാൻ അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ കൂടിയാണ് ഇത് വെച്ചിരിക്കുന്നത്. ഒരു 15 മിനിറ്റ് നമുക്കങ്ങനെ വെക്കണം. നമുക്കിനി അത് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുവാണേ. പനീർ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റും നല്ല ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ടത്. ഇനി അതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി കാണിച്ചു തരാം. നമുക്ക് അതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം. 1 ലിറ്റർ പാലിന് എത്ര ഗ്രാം പനീർ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ പുറത്തു നിന്ന് വാങ്ങുന്ന പനീറിനേലും നമുക്ക് വീട്ടിൽ തന്നെ ഇതേപോലെ പാലുകൊണ്ടുണ്ടാക്കുന്ന പനീറാണ് എപ്പോഴും ലാഭം എന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. $139 ഗ്രാം പനീറാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് പനീർ എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻസ് ഒക്കെ തരണം. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലും ഈ വീഡിയോയൊക്കെ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും
മറക്കരുതേ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.